thank you for the invitation to present some of my ideas here at NSS College, Pangalam. I heartily thank Dr. Venugopal as principal. Sir, join ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല നമ്മുടെ കൂടെ. Srimati Radhika Krishnan, who has been my colleague at NSS Ottapalam, who is also the convener of the present program. Srimati Lakshmi N, head of the department. Jayakumar sir, IQAC coordinator. And of course, Dr. Ranjit Krishnan, from the Department of English, who is looking after the technical side of this program. Anyway, I guess that all the students who are here might be from economics. Economics PG കാര്യം UG കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാൻ ഇതൊരു പോളിസി റെലമിലുള്ള ചർച്ചയാണ്. അപ്പോൾ നമ്മൾ ഇക്കണോമിക്സ് ഒരുപാട് പഠിക്കുന്നുണ്ട്. പക്ഷെ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളതിനെ പറ്റി പലർക്കും വലിയ ധാരണയൊന്നുമില്ല, എസ്പെഷ്യലി കോളേജ് സിസ്റ്റത്തിനകത്തുള്ള കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ കണ്ടുവന്നത് അതാണ്. നമ്മുടെ എയ്ഡഡ് കോളേജ് സിസ്റ്റം അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജ് ആയാലും കേരളത്തിൽ ഒട്ടനവധി കുട്ടികൾ ഇക്കണോമിക്സ് പഠിക്കുന്നുണ്ട്. പക്ഷേ മോസ്റ്റ്ലി ദേ ആർ കൺഫ്യൂസ്ഡ് ബിക്കോസ് ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ് ആഫ്റ്റർ ലേണിംഗ് ഇക്കണോമിക്സ്. ഇത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു പേപ്പറാണ്. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ മറക്കാം എന്നുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഇക്കണോമിക്സിനകത്തുണ്ട്. അപ്പോൾ അത് കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അത് തന്നെയാണ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് വൈ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ എൻ ആവറേജ് Malayali student who has done his PG or UG in Kerala to find a typical venue abroad, outside the state or abroad. പുറത്തു പോകാനും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം കാരണം നമ്മൾ ടെക്നിക്കലി ഈ വിഷയം ഗ്രാസ്പ് ചെയ്തിട്ടില്ല. അപ്പം അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി ഉള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെ വളരെ കുറവാണ്. അപ്പം ഇന്നത്തെ ഈ പ്രസന്റേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഈ ഒരു എംഫസിസ് തന്നെയാണ്. അതായത് ഈ സബ്ജക്റ്റിന് നിങ്ങൾ കരുതുന്ന പോലെ വെറും ഒരു കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ സൈഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും കൂടെയാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ ആപ്ലിക്കേഷൻ ലെവലിനെ പറ്റി ചിന്തിക്കേണ്ടത് എന്നുള്ളതും കൂടെ ഇതിന്റെ ഒരു ഔട്ട്കം ആയിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കോമൺ അനലോജി ഉണ്ട്. ഞാൻ എക്കണോമിക്സിനെ അല്ലെങ്കിൽ ഇക്കോണമിസ്റ്റുകളെ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ഇക്കണോമിക് പോളിസി മേക്കേഴ്സിനെ ഞാൻ എപ്പോഴും ഒരു ഡോക്ടറായിട്ടാണ് കാണാറുള്ളത്. ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PhD ഡോക്ടറായിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ടിപ്പിക്കൽ അസുഖം ക്യൂർ ചെയ്യുന്ന ഒരു ഡോക്ടറായിട്ടാണ് ഞാൻ കാണാറുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റോ അല്ലെങ്കിൽ നമ്മുടെ താമസിക്കുന്ന ഒരു പർട്ടിക്കുലർ റീജിയനോ a panchayatho അല്ലെങ്കിൽ on a larger domain it can be the economy in which we are a part of. It can be India അല്ലെങ്കിൽ it can be the world. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ, നമ്മുടെ രോഗിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ ചികിത്സിക്കുന്ന പോലെ തന്നെ, ആളുകളെ ചികിത്സിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇക്കോണമിയെ ചികിത്സിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ 5 കൊല്ലമായിട്ട്, ഇപ്പോൾ PG ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്ക് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഒരുപാട് സബ്ജക്റ്റുകൾ നിങ്ങളുടെ ഫ്രണ്ടിൽ എറിഞ്ഞു തരുന്നത് ഈ ചികിത്സയെ പറ്റി അറിയാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന സബ്ജക്ട്സ് എല്ലാം ഇക്കോണമിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പിക്ചർ നിങ്ങളുടെ ഫ്രണ്ടിൽ തരാണ്. ഇഫ് യു ആർ എൻ എക്സ്പെർട്ട് സർജൻ, യു ഷുഡ് ബി ഏബിൾ ടു റീഡ് ത്രൂ എ സ്കാൻ ഓർ എൻ എക്സ്റേ ഇൻ എ ഡിഫറെന്റ് വേ ദാൻ സമൺ ഹു ഇസ് നോട്ട് ട്രെയിൻഡ് ഇൻ ദ ഫീൽഡ്. നിങ്ങൾക്ക് തരുന്ന ഇന്ത്യൻ ഇക്കോണമിയുടെ ഡേറ്റ, പബ്ലിക് ഫിനാൻസിന്റെ ഡേറ്റ, കേരള സ്റ്റേറ്റിനെ പറ്റിയുള്ള ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്, ഇതെല്ലാം ഇറ്റ്സ് ആക്ച്വലി എ സ്കാൻ അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ്. ഒരു സ്കാൻ ഡോക്യുമെന്റ് ആണ്. സ്കാൻ നിങ്ങൾക്ക് തരയാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്കാൻ തറവായിട്ട് നോക്കിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റ് ഇക്കോണമിക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ദർ ഇസ് എ ക്ലോസ് ഹിയർ, സ്മോൾ പ്രോബ്ലം ഹിയർ. ഇക്കോണമി എന്ന് പറയുന്ന സാധനം ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ പോലെ നമുക്ക് കൃത്യമായിട്ട് ക്യൂർ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം അല്ല. ഇറ്റ്സ് എ വെരി കയോട്ടിക് ആൻഡ് കോംപ്ലക്സ് സിസ്റ്റം. ഇക്കോണമിക്സ് മാത്രമല്ല, ഇക്കോണമി മാത്രമല്ല, അതിനകത്ത് കൾച്ചർ ഉണ്ട്, അതിനകത്ത് സൊസൈറ്റി ഉണ്ട്, സോഷ്യൽ റെലം ഒരുപാടുണ്ട്, പൊളിറ്റിക്കൽ ഡയമെൻഷൻസ് ഉണ്ട്. മാത്രമല്ല ഇന്റർ കണക്റ്റഡ് ആണ്. ഈ എല്ലാ സാധനങ്ങളും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്യൂർ പറഞ്ഞു കൊടുക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. But still, if you're an expert in the subject, if you really know the domain very well, at least ആ ഡൊമൈനിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം you will be able to identify. ഇപ്പൊ രഘുരാം രാജനെ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോണ്ടേക് സിംഗ് അലുവാലിയെ പോലെ ഒരു ട്രെയിൻഡ് ഇക്കോണമിസ്റ്റ് ആണെങ്കിൽ you will have certain suggestions in your domain of expertise and you will be able to suggest certain remedies.
ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസന്റേഷനിലേക്ക് കടക്കുകയാണ്. അപ്പം ഞാൻ മോണ്ടേക് സിംഗ് അലുവാലിയുടെയും രഘുരാം രാജൻ്റെയൊക്കെ പേര് പറയുമ്പോൾ തന്നെ അവരെല്ലാം ഇക്കണോമിക്സിൽ ട്രെയിൻഡായി, ഇക്കണോമിക് പ്രൊഫസേഴ്സായി, പല ലീഡിങ് യൂണിവേഴ്സിറ്റീസിലും വർക്ക് ചെയ്തതിന് ശേഷം അവർ ഇക്കോണമിക്ക് അഡ്വൈസ് കൊടുക്കുന്ന ആളുകളായിട്ടും റോൾ എടുത്തു. അപ്പൊ ആ റോളിൽ അവർക്ക് പലർക്കും എക്സൽ ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അവർക്ക് എക്സൽ ചെയ്യാൻ പറ്റിയത്, എന്താണ് അവർ ചെയ്തത്, ഇതൊക്കെ അവരുടെ ആ ഡൊമൈൻ എക്സ്പെർട്ടീസ് കാരണം ഉണ്ടായ ചില കാര്യങ്ങളാണ്. പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ അതുപോലെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പോളിസി മേക്കിങ്ങിനകത്തുണ്ട്. എസ്പെഷ്യലി ഒരു ഇക്കണോമിക് പോളിസി നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്കും. അപ്പം ഈ topic is basically slightly abstract. The topic says why economic policies succeed only on an average to cure a crisis. So if you look around, ഇപ്പോൾ തന്നെ വെറുതെ ഒന്ന് ചുറ്റും നോക്കിയാൽ മതി. നമ്മുടെ കോവിഡ് സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും കോവിഡിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി, ആ ഒരു റിസഷണറി കണ്ടീഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി, ഒരുപാട് പൈസ ഇക്കോണമിയിലോട്ട് ഇറക്കി. അത് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാനായിട്ട് MGNREGS പോലുള്ള പദ്ധതികളും അല്ലാതെയും വെൽഫെയർ സ്കീംസും പെൻഷൻസും ഒക്കെ കൊണ്ടുവന്നു. ഇതെല്ലാം പാർട്ട് ഓഫ് ദ ട്രീറ്റ്മെന്റ് ആണ്. അപ്പം ദേ ആർ ട്രൈങ് ടു ട്രീറ്റ് ദ ഇക്കോണമി ത്രൂ എ സർട്ടൻ വേ. അപ്പൊ ഈ സർട്ടൻ വേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഇൻക്രീസിങ് എക്സ്പെൻഡിച്ചർ, ദാറ്റ് സർട്ടൻ വേ ഇസ് എ കെയ്നീഷ്യൻ വേ. അപ്പൊ നിങ്ങൾക്ക് കെയ്ൻസിനെ പറ്റി പഠിപ്പിച്ചിരുന്നത് അതിന് വേണ്ടി തന്നെയാണ്. കെയ്ൻസ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഡിപ്രഷൻ റിസഷൻ വരുമ്പോഴത്തേക്കും എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുക, ക്രിയേറ്റ് ജോബ്സ്. റോൾ ഓഫ് ദ സ്റ്റേറ്റ് ഇസ് ആക്ച്വലി ടു ക്രിയേറ്റ് ജോബ്സ്. അപ്പോൾ ജോബ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകളുടെ കയ്യിൽ കാശുണ്ടാവും, അവരുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഈവൻ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം ദാറ്റ് ലെൻസ്, യു സീ ദാറ്റ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 2 years ഇറ്റ്സ് ബീൻ വെരി ഡിഫിക്കൽട്ട് ടു ക്രിയേറ്റ് എ ജോബ്. എംപ്ലോയ്മെന്റ് പ്രോസ്പെക്ട്സ് എത്ര ഫിസ്ക്കൽ സ്റ്റിമുലസ് പാക്കേജസ് കൊണ്ടുവന്നിട്ടും നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉയർത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് അവിടുത്തെ ഈ ഓൺ ആൻ ആവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ലെറ്റ് മീ ജസ്റ്റ് ഗോ ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് 2 terms. ഞാൻ ഈ എൻ്റെ ചർച്ചയിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ടോക്കിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന 2 terms, ഒന്ന് ഇക്കണോമിക് പോളിസിയാണ്, രണ്ടാമത്തത് ഓൺ ആൻ ആവറേജ് ആണ്. അപ്പൊ എന്താണ് ഈ ഇക്കണോമിക് പോളിസി? അപ്പൊ ഞാൻ ഇക്കണോമിക് പോളിസി എന്ന് ഉദ്ദേശിക്കുന്നത് പബ്ലിക് പോളിസിയുടെ ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ പബ്ലിക് പോളിസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എനി ആക്ഷൻ ദാറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു സിഗ്നിഫിക്കൻ്റ്ലി ചേഞ്ച് ദ വേ മാസസ് ലീഡ് ദെയർ ലൈഫ്സ്. ഇപ്പൊ പോപ്പുലേഷന്റെ, നമ്മുടെ ആളുകളുടെ ലൈഫിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഏത് പോളിസിയും പബ്ലിക് പോളിസിയാണ്. അത് ഒരു സ്റ്റേറ്റിന്റെ പോളിസി തന്നെ ആകണമെന്നില്ല. ഒരു ഇൻഡിവിജ്വല് എടുക്കുന്ന ചില തീരുമാനങ്ങളും ചിലപ്പോൾ സ്റ്റേറ്റിനെ ബാധിക്കാം. സേ ഫോർ ഇൻസ്റ്റൻസ് നമ്മുടെ ആപ്പിളിന്റെ CEO ആയിരുന്ന മരിച്ചുപോയ സ്റ്റീവ് ജോബ്സ്. സ്റ്റീവ് ജോബ്സ് റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു കാര്യം കണ്ടുപിടിച്ചു. അതിൽ കണ്ടുപിടിച്ചത് ഫോണിനകത്ത് നിങ്ങൾക്ക് പാട്ട് കയറ്റാം. അപ്പം ഐപോഡ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഡിവൈസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇത് കൊണ്ടുകിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാട്ടും കേൾക്കാം, നിങ്ങൾക്ക് കോളും ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാം എന്നുള്ള ഒരു ഇന്നോവേഷൻ. That revolutionized the way in which people started perceiving what is music, what is calling, what is communication. എല്ലാ സാധനവും revolutionize ചെയ്തു. It affected the life of the masses in general. And the society had to actually tilt itself in such a way as to accommodate to that particular policy. അപ്പം സ്റ്റീവ് ജോബ്സ് ഒരു പബ്ലിക് പോളിസി ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാം. അതേപോലെ തന്നെ നമ്മുടെ മാർക്ക് സക്കർബർഗ്, നമ്മുടെ ഫേസ്ബുക്ക്, അയാൾ റെവല്യൂഷനൈസ് ചെയ്തു ടെക്നോളജി ഓഫ് കമ്മ്യൂണിക്കേഷൻ. യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അതേഴ്സ് അറ്റ് എ ഫാസ്റ്റർ പേസ്. പഴയ പോസ്റ്റൽ സിസ്റ്റം ഒക്കെ മാറി ഇപ്പം നമ്മൾ ലെറ്റർ പോലും അയക്കാറില്ല. സോ ഹി ഹാസ് ഓൾസോ ആക്ച്വലി റെവല്യൂഷനൈസ് ദ റെലം ഓഫ് പബ്ലിക് പോളിസി. അതിനനുസരിച്ചിട്ട് നമുക്ക് പുതിയ ലോസ്, സിസ്റ്റംസ് ഇതെല്ലാം നമുക്ക് വേണ്ടി വന്നു. ഈ ടെക്നോളജിയുടെ ഭാഗമായിട്ട് തന്നെ ഇഫ് യു ലുക്ക് അറൌണ്ട് യു കെൻ സീ എ ലോട്ട് ഓഫ് ആപ്സ് വിച്ച് കേറ്റർ ടു ഡിഫറെന്റ് നമ്പർ ഓഫ് സർവീസസ്. അപ്പൊ ഈ സർവീസസ് എല്ലാം കേറ്റർ ചെയ്യുന്ന ആപ്സ് ഒക്കെ വരാൻ കാരണം ഇതിൽ നിന്ന് തന്നെയാണ്. അപ്പൊ പബ്ലിക് പോളിസി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റേറ്റിന്റെ പോളിസി അല്ല, നേരെ മറിച്ച് ആര് വേണോ പബ്ലിക് പോളിസി റെലമിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. പക്ഷേ when we talk about public policy, we actually speak on behalf of the state. Now, why is that? The reason is very simple. The reason is that state holds a monopoly on over our decision making process. The state ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ ഒരു പുതിയ പോളിസി കൊണ്ടുവരാം, മറ്റന്നാൾ ഒരു പോളിസി കൊണ്ടുവരാം. ആപ്പിളിലെ സിഇഒക്കോ അല്ലെങ്കിൽ സക്കർബർഗ് വിചാരിച്ചാലോ ചിലപ്പോൾ അതൊന്നും നടന്നു വരില്ല. നാളെ ഒരു പോളിസി കൊണ്ടുവരാൻ പറ്റില്ല. അയാൾക്ക് ഇയേഴ്സ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഇന്നോവേഷൻ, ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് അങ്ങനെ ആ ഒരു ഡിവൈസ് കണ്ടുപിടിച്ചത്. ലേറ്റർ ഇറ്റ് റെവല്യൂഷനൈസ്ഡ് ഓഫ് കോഴ്സ്. ബട്ട് ദെൻ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം നാളെ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ യു മൈറ്റ് ഹിയർ ദാറ്റ് ദെർ വാസ് എ ഡിമോണിറ്റൈസേഷൻ പോളിസി വിച്ച് വാസ് അനൗൺസ്ഡ് ബൈ ദി ഗവൺമെന്റ്.
അല്ലെങ്കിൽ നാളെ രാവിലെ നിങ്ങൾ ഉറക്കണിക്കുമ്പോഴത്തേക്കും യു കം ടു നോ ദാറ്റ് there's been a complete lockdown from 12 o'clock at night. അപ്പം ദാറ്റ്സ് ആക്ച്വലി ക്രിയേറ്റിംഗ് എ കൈൻഡ് ഓഫ് ഇംപ്രോംപ്റ്റു ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ഫ്രം ദ സൈഡ് ഓഫ് ദ സ്റ്റേറ്റ്, ആൻഡ് സ്റ്റേറ്റ് ഹോൾഡ്സ് എ മൊണോപ്പൊളി ഇൻ സച്ച് ഇംപ്രോംപ്റ്റു ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. മാത്രമല്ല റെഗുലർ ആയിട്ട് സ്റ്റേറ്റ്സിന് പോളിസീസ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിനെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ്സ് വൈ വി ട്രൈ ടു ഇക്വേറ്റ് പബ്ലിക് പോളിസി വിത്ത് സ്റ്റേറ്റ് പോളിസീസ്. അപ്പൊ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ റിലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കുന്ന പോളിസീസ് ആണ് പബ്ലിക് പോളിസി എന്ന് നമ്മൾ ജനറലൈസ് ചെയ്യുന്നു. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഉത്തർപ്രദേശിന്റെ ഒരു പുതിയൊരു പോളിസി, പോപ്പുലേഷൻ പോളിസി, അവര് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവർക്ക് ആ പോപ്പുലേഷനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുന്നത് ഒരു തീരുമാനം എടുത്തു. അപ്പൊ ഈ ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ actually it takes place through a lot of discussions and debate, but then still the policy was put in front of us all of a sudden, അല്ലെ? അപ്പോൾ നമ്മുടെ ലൈഫിനെ മാറ്റാനായിട്ടുള്ള ഒരുപാട് പൊട്ടൻഷ്യൽ ആ പോളിസീസിനകത്തുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം പബ്ലിക് പോളിസി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തിങ് ദറ്റ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ഇസ് ദറ്റ് പബ്ലിക് പോളിസി, വെൻ വി സ്പീക്ക് അബൌട്ട് പബ്ലിക് പോളിസി, ഇറ്റ്സ് എ ലാർജ് ഡൊമെയിൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് എ സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഓൾ ദി ആക്ടേഴ്സ് ഹു ആർ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്, ഇൻഡിവിജ്വൽസ്, and even countries outside our specific state. നമ്മൾ താമസിക്കുന്ന ബൗണ്ടറിക്ക് പുറത്തുള്ള കൺട്രീസ് എടുക്കുന്ന ഡിസിഷൻസ് നമ്മൾ എഫക്ട് ചെയ്യും. ഇതെല്ലാം പോളിസിയുടെ ഭാഗമാണ്. But generally we don't consider individuals or other institutions. We speak about public policy synonymously with state policy. But state policy എന്ന് പറയുമ്പോഴത്തേക്കും അത് തന്നെയാണ് പബ്ലിക് പോളിസി. ഇനി ഇക്കണോമിക് പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കണോമിക് പോളിസി ഇസ് എ സബ്സെറ്റ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി. ഇപ്പൊ സ്റ്റേറ്റിന് ഒരുപാട് പോളിസീസ് ഉണ്ട്. അപ്പൊ സ്റ്റേറ്റിന് കൾച്ചറൽ ആയിട്ടുള്ള പോളിസീസ് കാണും, ഇപ്പം അല്ലെങ്കിൽ ചിലപ്പം അവർക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില പോളിസീസ് അവർ കൊണ്ടുവരാം, സോഷ്യൽ ചേഞ്ചസ്, സോഷ്യൽ പോളിസീസ് അവർ കൊണ്ടുവരാം. ഇതിന്റെ ഒക്കെ ഭാഗമാണ് വെച്ചാൽ ഇക്കണോമിക് പോളിസീസും കൊണ്ടുവരാം. അപ്പൊ ഇക്കണോമിക് പോളിസി ഇസ് ആക്ച്വലി എ സബ്സെറ്റ് ഓഫ് ദി സൂപ്പർ സെറ്റ് വിച്ച് ഇസ് എ സ്റ്റേറ്റ് പോളിസി. അതാണ് ആദ്യത്തെ ഡെഫിനിഷൻ. രണ്ടാമത്തെ കാര്യം ഓൺ ആൻ ആവറേജ്. എന്താണ് ഈ ഓൺ ആൻ ആവറേജ് എന്ന് പറയുന്നത്? ആവറേജ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ തേർഡ് സെം തൊട്ട് കേൾക്കാൻ തുടങ്ങുന്ന സാധനമാണ് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത്. ഈ ആവറേജിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്, ഒരുപാട് ദോഷമുണ്ട്. അപ്പം നമ്മൾ ഈ ആവറേജ് എന്ന് പറയുന്ന ടേം റിപ്പീറ്റഡ്ലി ഇക്കണോമിക്സിൽ ഉപയോഗിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് യൂസിങ് ദിസ് ടേം ആവറേജ്. വാട്ട് ഇസ് ദാറ്റ് റീസൺ? ഇപ്പം മോസ്റ്റ് ഓഫ് ദ റിലേഷൻഷിപ്സ് that we come across in our lives, whatever it is, it can be categorized into two. The first thing is a deterministic kind of a relationship, and the second one is a stochastic kind of relationship. എന്താണ് ഈ ഡിറ്റർമിനിസ്റ്റിക്കും എന്താണ് ഈ സ്റ്റൊക്കാസ്റ്റിക്കും? 4 എന്ന് പറയുന്ന നമ്പർ 3 എന്ന് പറയുന്ന നമ്പറിനെക്കാളും വലുതാണ്. അതിൽ ആർക്കും ഒരു തർക്കമില്ല. ദാറ്റ് ഈസ് എ ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്പ്. ഇറ്റ് ഇസ് ട്രൂ. എവിടെ ചെന്നാലും, അമേരിക്കയിൽ ചെന്നാലും നിങ്ങൾ ആഫ്രിക്കയിൽ ചെന്നാലും 4 3-നേക്കാളും വലുതാണ് എന്നുള്ളത് അക്സെപ്റ്റഡ് ആണ്. ബിക്കോസ് വി ഹാവ് സർട്ടൻ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് വിച്ച് ഇസ് അക്സെപ്റ്റബിൾ അക്രോസ് ദ ഗ്ലോബ്. ഇനി 2 കമ്പെടുത്തു, ആ 2 കമ്പിൽ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണെങ്കിൽ നിങ്ങൾ എവിടെ ചെന്നാലും അതിൽ വലുത് വലുതും ചെറുതും തന്നെ ആയിരിക്കും. ബിക്കോസ് അഗെയിൻ വി ഹാവ് സർട്ടൻ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ് വിച്ച് ആർ ട്രൂ എനിവെയർ ഇൻ ദിസ് വേൾഡ്. അപ്പൊ എവിടെ ചെന്നാലും ഇത് അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനത്തെ റിലേഷൻഷിപ്സിനെയാണ് ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ആണ് സ്റ്റൊക്കാസ്റ്റിക് റിലേഷൻഷിപ്സ് ഉള്ളത്. അപ്പൊ ഈ സ്റ്റൊക്കാസ്റ്റിക് റിലേഷൻഷിപ്സ് ദേ ആർ ട്രൂ ഓൺലി ഓൺ ആൻ ആവറേജ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ രാവിലെ എൻ്റെ ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്, പത്മ. ഇപ്പൊ പത്മ എത്ര മണിക്കാണ് എണീക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പത്മ പറയും ഞാൻ 6 മണിക്കാണ് എണീക്കുന്നത്. ബട്ട് ഇഫ് യു റിയലി ലുക്ക് അറ്റ് ദ ടൈം അറ്റ് വിച്ച് പത്മ വേക്സ് അപ്പ്, ഇറ്റ് ക്യാൻ ബി 6:01 അല്ലെങ്കിൽ 5:59 അല്ലെങ്കിൽ 6:05 അല്ലെങ്കിൽ 5:55. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറിക്കൊണ്ടേയിരിക്കാം. അപ്പൊ അതില് ചില ദിവസങ്ങളിൽ പത്മ കറക്റ്റ് 6 o'clock 6:00 എണീക്കുന്നുണ്ടാവും. ബട്ട് വെൻ ഷീസ് ടോക്കിംഗ് അബൌട്ട് വേക്കിംഗ് അപ്പ് അറ്റ് 6 o'clock, ഷീ ഈസ് ആക്ച്വലി സ്പീക്കിംഗ് ഓൺ ആൻ ആവറേജ്. ഇപ്പൊ 10 ദിവസം എടുത്തു കഴിഞ്ഞാൽ അതിൽ ആവറേജ് 6 മണിക്കാണ് അവൾ എണീക്കുന്നത്. അല്ലെങ്കിൽ 20 ദിവസം എടുത്തു കഴിഞ്ഞാൽ അതിൽ ആവറേജ് ഓൺ ആൻ ആവറേജ് ഷീ വേക്സ് അപ്പ് അറ്റ് 6 o'clock. അപ്പൊ അതിനാണ് സ്റ്റൊക്കാസ്റ്റിക് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ട്രൂ ഓൺലി ഓൺ ആൻ ആവറേജ്. ഇപ്പൊ 2 സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ, 2 ഷെയർസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ഷെയറിന്റെ പ്രൈസസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് certain stock performs better than other stocks, other shares. അത് ഓൺ ആൻ ആവറേജ് ആണ്. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ പെർഫോം ചെയ്യുന്നില്ല എന്ന് പറയുന്ന സ്റ്റോക്ക് ആയിരിക്കും നല്ലോണം പെർഫോം ചെയ്യുന്നത്. ബട്ട് ഓൺ ആൻ ആവറേജ് യു ഫൈൻഡ് ദാറ്റ് certain things are better than the other. അപ്പൊ ഇങ്ങനത്തെ റിലേഷൻഷിപ്സിനെയാണ് നിങ്ങൾ സ്റ്റൊക്കാസ്റ്റിക് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. ഇക്കണോമിക്സിലുള്ള മിക്ക റിലേഷൻഷിപ്സും സ്റ്റൊക്കാസ്റ്റിക് ഇൻ നേച്ചറാണ്. ഫോർ എക്സാമ്പിൾ,
അൺഎംപ്ലോയ്മെന്റ്, അഗ്രികൾച്ചറും റെയിൻഫോളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പം agriculture is important input as far as, rainfall is an important input as far as agriculture is concerned. But the problem is that ചിലപ്പോൾ heavy rain ആണെങ്കിൽ it can lead to flood, agriculture അത് affect ചെയ്യാം. On an average, rainfall is an important indicator of agriculture growth. Fertilizer use in agriculture. On an average, you use fertilizer, it leads to better yield. പക്ഷെ എപ്പോഴും ചിലപ്പോൾ വേണമെന്നില്ല. ഫെർട്ടിലൈസറിന് തന്നെ ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഇഫക്ട്സും കാണാം. അപ്പം ഇക്കണോമിക്സിലെ റിലേഷൻഷിപ്സ് ദേ ആർ ട്രൂ ഓൺലി ഓൺ ആൻ ആവറേജ്. നിങ്ങൾ അൺഎംപ്ലോയ്മെന്റ് രാജ്യത്തുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എക്സ്പെൻഡിച്ചർ കൂട്ടുക, അങ്ങനെയാണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് കൂടും എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്പ്, ബട്ട് ഇറ്റ് ഇസ് എ സ്റ്റൊക്കാസ്റ്റിക് റിലേഷൻഷിപ്പ്. ഓൺ ആൻ ആവറേജ് 10 കൊല്ലം എടുത്തപ്പോഴത്തേക്ക് അതിലൊരു 6 കൊല്ലം 7 കൊല്ലത്തിൽ അൺഎംപ്ലോയ്മെന്റ് കൂടി, പക്ഷെ ഒരു 4 കൊല്ലം അവിടെ ഉണ്ട് ഇൻ വിച്ച് അൺഎംപ്ലോയ്മെന്റ് ഡിഡ് നോട്ട് റെഡ്യൂസ്, എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്തില്ല. അപ്പൊ അങ്ങനത്തെ റിലേഷൻഷിപ്സ് ആണ് നമ്മൾ കൂടുതലും ഇക്കണോമിക്സിനകത്ത് കണ്ടുവരുന്നത്. പോളിസിയിൽ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. ഒരു പർട്ടിക്കുലർ പോളിസി ഒരു പർട്ടിക്കുലർ ക്യൂർ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് പറയാൻ പറ്റില്ല. വി ക്യാൻ ഓൺലി സേ ദാറ്റ് ഓൺ ആൻ ആവറേജ്. ഓക്കെ, അപ്പം ഇതിന്റെ വേറൊരു ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൗണ്ടർ എക്സാമ്പിൾ നിങ്ങൾ കണ്ടുപിടിച്ചു, സ്റ്റൊക്കാസ്റ്റിക് അല്ല, സ്റ്റൊക്കാസ്റ്റിക് റിലേഷൻഷിപ്പിനെ ഡിസ്പ്രൂവ് ചെയ്യുന്ന ഒരു കൗണ്ടർ എക്സാമ്പിൾ നിങ്ങൾ ഇൻ കേസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അത് ഡസ് നോട്ട് ഡിസ്പ്രൂവ് ദി ഫാക്ട് ദാറ്റ് ദ റിലേഷൻഷിപ്പ് ഹോൾഡ്സ്. അപ്പോൾ ഒരാളുടെ ജോലി പോയി, ഫിസിക്കൽ സ്റ്റിമുലസ് പാക്കേജ് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഒരാൾക്ക് മാത്രം ജോലി കിട്ടിയില്ല എങ്കിൽ യു കനോട്ട് സേ ദാറ്റ് ഓക്കെ ദാറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ സ്റ്റിമുലസ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഡസ് നോട്ട് ഹോൾഡ്. അപ്പം അത് തെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റൊക്കാസ്റ്റിക് റിലേഷൻഷിപ്പ് ഡിസ്പ്രൂവ് ചെയ്യണമെങ്കിൽ you have to demonstrate that relationship does not hold on an average. അപ്പോൾ കുറേ റിലേഷൻഷിപ്സ് കുറേ എക്സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഓൺ ആൻ ആവറേജ് ഇത് ഹോൾഡ് ചെയ്യണം നമ്മൾ തെളിയിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതിനെ കളയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പല പോളിസീസും ചിലത് സക്സസ്ഫുൾ ആകും, ചിലത് കംപ്ലീറ്റ്ലി ഫെയിലിയർ ആകുമെങ്കിൽ പോലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ദർ ഇസ് ഓൺ ആൻ ആവറേജ് ദ ഫെയിൽഡ് പോളിസി ഹാസ് ഓൾസോ വർക്ക്ഡ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ആൻഡ് ദെർഫോർ യു കനോട്ട് കംപ്ലീറ്റ്ലി ഡിസ്പ്രൂവ് ആൻഡ് ത്രോ ഇറ്റ് ഔട്ട്. അപ്പൊ അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓൺ ആൻ ആവറേജ് സക്സീഡ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? ഇപ്പൊ റിലേഷൻഷിപ്സ് എല്ലാം സ്റ്റൊക്കാസ്റ്റിക് ആണ് നമ്മുടെ ഈ ഇക്കണോമിക്സിനകത്ത്. ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ബേസിക്കലി ആവറേജസും മീഡിയനും മോഡും ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ റിലേഷൻഷിപ്സ് പഠിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പം ഈ 2 ടേംസ് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ആദ്യത്തത് പബ്ലിക് പോളിസി എന്താണെന്നുള്ളത്, ഇക്കണോമിക് പോളിസി എന്താണെന്നുള്ളത്. രണ്ടാമത്തത് ഓൺ ആൻ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇനി പബ്ലിക് പോളിസിക്ക് ഉള്ള കുറെ എക്സാമ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞു. ഈവൻ പോപ്പുലേഷൻ പോളിസി ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ പബ്ലിക് പോളിസി ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് ഇക്കണോമിക് ഡയമെൻഷൻ, സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി കൺസിഡർഡ് ആസ് എൻ ഇക്കണോമിക് പോളിസി. വേറെയും പല എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് കോവിഡിന്റെ സമയത്ത് കൂടുതൽ സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നത് ദാറ്റ്സ് എ പബ്ലിക് പോളിസി. കോർപ്പറേറ്റ് ടാക്സസ് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചത് നിർമ്മല സീതാരാമൻ 2 കൊല്ലം മുമ്പ് കോവിഡ് വന്ന സമയത്ത് കോർപ്പറേറ്റ് ടാക്സസ് 30% ആയിരുന്നത് 23-22% ആയിട്ട് കുറച്ചു. അല്ലെങ്കിൽ ചില ടാക്സസ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ച ആ ഒരു പോളിസി, ദാറ്റ്സ് ഓൾസോ പബ്ലിക് പോളിസി. വെൽഫെയർ സ്കീംസ്, പെൻഷൻസ്, മിനിമം വേജ്, ഇതെല്ലാം ഇക്കണോമിക് പോളിസിയാണ്, പബ്ലിക് പോളിസിയാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെഹിക്കിൾ സ്ക്രാപ്പിംഗ് പോളിസി, ഇപ്പൊ 15 കൊല്ലത്തിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കാർ സ്ക്രാപ്പ് ചെയ്യാനായിട്ടുള്ള തീരുമാനം, it's also a policy, it's a public policy. Policies to promote e-vehicles, നിങ്ങൾ ഇലക്ട്രോണിക് വെഹിക്കിൾസ് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള പോളിസി, അതും പബ്ലിക് പോളിസിയാണ്. ക്രൈം റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള പോളിസി, വയലൻസ് സൊസൈറ്റിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള പോളിസി, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പോളിസി, പ്രൊഹിബിഷൻ പോളിസീസ്, ഇപ്പൊ ആൽക്കഹോൾ ബാൻ, ഇപ്പം പബ്ലിക് പോളിസിയാണ്. അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ്, ഡ്രഗ് ബാൻ ചെയ്യുക, ഇതെല്ലാം പബ്ലിക് പോളിസി റെലവൻസ് ആണ്. അപ്പൊ ഈ പോളിസീസ് എല്ലാം പബ്ലിക് പോളിസീസിന് എക്സാമ്പിൾ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഇവിടെയൊക്കെ ഈ റിഡക്ഷനും വെൽഫെയറും പോളിസീസ് ടു പ്രൊമോട്ട് ഈ വെഹിക്കിൾസും ഒക്കെ സ്റ്റൊക്കാസ്റ്റിക് ആയിട്ടുള്ള പല റിലേഷൻഷിപ്സ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഈ വെഹിക്കിൾസ് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നാളെ തന്നെ ഇവിടെ എല്ലായിടത്തും ഈ വെഹിക്കിൾ വരണമെന്നില്ല. ഓൺ ആൻ ആവറേജ് കുറെ ആളുകൾ ചിലപ്പം ഈ വെഹിക്കിൾസ് അഡോപ്റ്റ് ചെയ്യും, അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, അവിടെ നിന്ന് പുതിയ പോളിസീസ് ഉണ്ടാവും. അപ്പൊ ഇതൊരു വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ പബ്ലിക് പോളിസി എന്ന് പറയുന്നതല്ല. ഇനി ലെറ്റ് മീ ജസ്റ്റ് ഗോ ഇൻ ടു ദി മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പ്രസന്റേഷൻ. അപ്പം ഒരു ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ പേപ്പർ ബേസിക്കലി ഒരു വലിയൊരു പേപ്പറാണ്. എന്തുകൊണ്ട് പബ്ലിക് പോളിസീസ് ഓൺ ആൻ ആവറേജ് മാത്രമേ സക്സീഡ് ചെയ്യണു എന്നുള്ളത് ഒരുപാട് റീസൺസ് അതിനകത്തുണ്ട്. അതിനകത്ത് ഒരൊറ്റ റീസൺ മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ. എല്ലാ റീസൺസും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല.
കാരണം അതൊരു വലിയൊരു ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട റീസൺ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വാട്ട് ഇസ് ദാറ്റ് റീസൺ? ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പ്രസന്റേഷൻ ഇസ് ബേസിക്കലി to introduce you to the concept of unintended consequences of policies. അപ്പോൾ പോളിസീസിന് എപ്പോഴും പൊളിറ്റീഷ്യൻ ഒരു പോളിസി കൊണ്ടുവരുന്നത് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. സേ ഫോർ ഇൻസ്റ്റൻസ് ലോക്ക്ഡൌൺ policy can be justified. Why can the policy be justified? Because the policy was basically introduced to reduce the number of TPR reduce ചെയ്യുക, ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് അല്ലെങ്കിൽ ആളുകളുടെ ഇൻഫെക്ഷൻ പകരുന്നത് റെഡ്യൂസ് ചെയ്യുക. But the problem is there were certain unintended consequences. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങൾ ആ പോളിസിക്ക് ഉണ്ടായി. അപ്പൊ ഇത് തന്നെയാണ് പബ്ലിക് പോളിസി കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആകാത്തതിന്റെ വൺ ഓഫ് ദി പ്രൈം റീസൺസ്. So if somebody asks you like what the reason is unintended consequence. പ്രതീക്ഷിക്കാത്ത ചില കോൺസിക്വൻസസ്. അപ്പൊ ഈ പ്രതീക്ഷിക്കാത്ത കോൺസിക്വൻസസിനെ നിങ്ങൾക്ക് ഇക്കണോമിക്സിൽ നിങ്ങൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ. അപ്പം PG പഠിക്കുന്നവർക്ക് അറിയാം, എക്സ്റ്റേണൽ ബെനിഫിറ്റ്സ് ഉണ്ടാകാൻ ചില പോളിസീസിന്, എക്സ്റ്റേണൽ കോസ്റ്റ് ഉണ്ടാകാൻ ചില പോളിസീസിന്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ആയിട്ട് നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സ്റ്റേണാലിറ്റീസ് ആർ ഓൾവേസ് ഐഡന്റിഫയബിൾ. മിക്ക എക്സ്റ്റേണാലിറ്റി, ഇപ്പോൾ പൊല്യൂഷൻ ഇസ് എൻ എക്സ്റ്റേണാലിറ്റി, സോ യു കൻ ഐഡന്റിഫൈ ദാറ്റ്. കോസ്റ്റ് തിയറം ഒക്കെ പറയുന്ന പോലെ നിങ്ങൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവും നിങ്ങളുടെ പ്രോപ്പർട്ടി റൈറ്റ്സ് ക്ലിയർലി എൻഫോഴ്സ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സ്റ്റേണാലിറ്റി കുറയ്ക്കാൻ പറ്റും ത്രൂ മാർക്കറ്റ് ബാർഗെയിനിങ്. അല്ലെങ്കിൽ ഗവൺമെന്റ് ഇടപെട്ടിട്ട് സ്റ്റാൻഡേർഡ്സോ ഫീസോ ഫൈനോ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റേണാലിറ്റി കുറയ്ക്കാൻ പറ്റും. ബട്ട് അൺഇന്റൻഡഡ് കോൺസിക്വൻസ് എന്ന് ഞാൻ പറയുമ്പോൾ ഇറ്റ് ഇസ് മോർ ദാൻ എക്സ്റ്റേണൽ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്. ദർ ആർ അൺഎക്സ്പെക്ടഡ് ബെനിഫിറ്റ്സ്, ദർ ആർ അൺഎക്സ്പെക്ടഡ് കോസ്റ്റ്, and there can also be perverse results. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാത്ത വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കവും അതിനുണ്ടാവാം. അപ്പം അൺഇന്റൻഡഡ് കോൺസിക്വൻസ് എന്ന് പറയുന്ന ടേം ഇസ് മച്ച് മോർ ബ്രോഡർ ദാൻ എക്സ്റ്റേണാലിറ്റീസ്. അപ്പൊ അൺഇന്റൻഡഡ് കോൺസിക്വൻസസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പോളിസീസ് കുറേയൊക്കെ സക്സസ്ഫുൾ ആകുന്നതും കുറേയൊക്കെ ഫെയിലിയർ ആകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അൺഇന്റൻഡഡ് കോൺസിക്വൻസസിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സോ ഇസ് ദർ എ റൂട്ട് ത്രൂ വിച്ച് ലൈക്ക് യു ക്യാൻ ആക്ച്വലി ഓവർകം അൺഇന്റൻഡഡ് കോൺസിക്വൻസസ്? നമുക്ക് ചിന്തിച്ച് എങ്ങനെയാണ് ഈ അൺഇന്റൻഡഡ് കോൺസിക്വൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ഒരു 5 സ്ലൈഡ് എൻ്റെ ഉള്ളൂ, 5-6 സ്ലൈഡേ ഉള്ളൂ. എളുപ്പം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്, പക്ഷെ അതിനകത്ത് പകുതിയിൽ കൂടുതലും കഥകളാണ്, അപ്പൊ അനലോജീസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ റിലേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള ചില കഥകൾ. ഇനി അൺഇന്റൻഡഡ് കോൺസിക്വൻസസ് പബ്ലിക് പോളിസീസിന് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു ബിസിനസ് സൈക്കിൾ ആയിരിക്കില്ല നിങ്ങളുടെ ഇക്കോണമിക്കകത്ത് ഉണ്ടാകുന്നത്. ഇപ്പോൾ ബിസിനസ് സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി വളരെയും താഴെയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ അൺഇന്റൻഡഡ് കോൺസിക്വൻസസ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ബിസിനസ് സൈക്കിൾസ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പോളിസി കൊണ്ടുവരുമ്പോഴത്തേക്കും അതിനൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കോൺസിക്വൻസ് ഉണ്ടെങ്കിൽ your business cycle will behave differently. Say for instance demonetization കൊണ്ടുവന്നപ്പോഴത്തേക്കും ആ ഇക്കണോമിക് ബിസിനസ് സൈക്കിളിനെ നരേന്ദ്രമോദിയുടെ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ എഫക്ട് ചെയ്തു. അതോടുകൂടി ആ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള കംപ്ലീറ്റ് സാധനവും മാറിപ്പോയി. അപ്പൊ അതുകൊണ്ട് അത് സ്റ്റോക്ക് മാർക്കറ്റിനെയും ബാങ്കിങ്ങിനെയും പല സാധനങ്ങളെയും അത് എഫക്ട് ചെയ്തു. ഈവൻ ഡേ ടു ഡേ ലൈഫിനെ അത് എഫക്ട് ചെയ്തു. ഇത് മാത്രമല്ല, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ലോക്ക്ഡൌൺ എടുത്താലും ലോക്ക്ഡൌൺ ഒരു നമ്മുടെ എല്ലാ പ്രതീക്ഷകളെയും നമുക്ക് ചിന്തിക്കുന്നതിനേക്കാളും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ആണ് ലോക്ക്ഡൌൺ ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമാണ് ഈ അൺഇന്റൻഡഡ് കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഈ അൺഇന്റൻഡഡ് കോൺസിക്വൻസസ് കാണാൻ കഴിയാത്തത്? അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൺവെൻഷണൽ ഇക്കണോമിക് തിയറിക്കകത്തെ കുറെ അസംഷൻസ് ഉണ്ട്, കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു പൊളിറ്റീഷ്യൻ, സേ ഫോർ ഇൻസ്റ്റൻസ് നിർമ്മല സീതാരാമൻ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബാലഗോപാൽ സാറ് ഒരു ഡിസിഷൻ എടുക്കുകയാണ് എന്ന് വിചാരിച്ചു. അപ്പൊ പുള്ളി ട്രെയിൻഡ് ആയിരിക്കും ഇക്കണോമിക്സിൽ, പക്ഷേ പുള്ളിക്ക് ഒരുപാട് അഡ്വൈസേഴ്സ് കാണും. ഈ അഡ്വൈസ് കൊടുക്കുന്നത് ഇക്കണോമിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനകത്ത് നിന്നുകൊണ്ടാണ്, ആ ഫ്രെയിംവർക്കിനകത്ത് നിന്നുകൊണ്ടാണ്. അപ്പൊ ആ അഡ്വൈസ് സ്വീകരിച്ചിട്ടാണ് ഓക്കെ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് കൂട്ടാൻ കഴിയും, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻഡസ്ട്രിയെ വളർത്താൻ കഴിയും എന്നൊക്കെ ഉള്ള അഡ്വൈസസ് ബാലഗോപാൽ സാർ സ്വീകരിക്കുന്നത് ഈ ഒരു കൗൺസിൽ ഓഫ് അഡ്വൈസേഴ്സിന്റെ ആയിരിക്കും. ദേ വർക്ക് ഇൻസൈഡ് ദ ഫ്രെയിം വർക്ക് ഓഫ് ഇക്കണോമിക്സ്. അപ്പൊ ഇക്കണോമിക്സിനകത്ത് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഈ അഡ്വൈസസിലും അതേ പ്രശ്നം തന്നെ ഉണ്ടാവും. Therefore, the advice which is taken from the council of advisors and implemented in the policy realm
need not function effectively. എന്താണ് ലിമിറ്റേഷൻസ്? 5-6 മേജർ ലിമിറ്റേഷൻസ്. ഒന്ന്, ലിമിറ്റ്സ് ടു നോളജ് ആണ്. ഇപ്പൊ ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ, പെർഫെക്റ്റ് ആയിട്ടുള്ള നോളജ് ഇല്ല സൊസൈറ്റിയെ പറ്റി. ഹയക്ക് എന്ന് പറയുന്ന ഒരു ഇക്കോണമിസ്റ്റിന്റെ ഒരു ഫേമസ് കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് നോളജ് ഇല്ല എന്നുള്ളത് സൊസൈറ്റിയിൽ. അയാളുടെ ഹയക്കിന്റെ 1974 ഇക്കണോമിക്സ് നോബൽ സമ്മാന ലെക്ചറിനകത്ത് പുള്ളിയുടെ ഒരു സ്പീച്ച് ഇതിനെ പറ്റിയാണ്, ലിമിറ്റ്സ് ടു നോളജിനെ പറ്റിയാണ്. അങ്ങനെ ഒരു നോളജിലെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ, നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരുപാട് റിസ്ക് എടുത്തിട്ട് വേണം ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ. പിന്നെ ലിമിറ്റ്സ് ഓഫ് റെപ്രസെന്റേഷൻ. അപ്പൊ നമ്മള് പലരെയും റെപ്രസെന്റേറ്റീവ്, നമ്മളെല്ലാവരും വോട്ട് ചെയ്ത് ഇപ്പൊ ബാലഗോപാലിനെയോ അല്ലെങ്കിൽ നിർമ്മല സീതാരാമനെയോ ഒക്കെ നമ്മുടെ തലപ്പത്തിരുത്തിയിട്ടുണ്ടെങ്കിലും വി ഫോർമുലേറ്റ് അവർ ഓൺ സ്ട്രാറ്റജീസ് അറ്റ് എ ടൈം ഓഫ് ക്രൈസിസ്. അപ്പൊ ഇവർ പറയുന്നത് കേട്ടിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പം ഫ്ലഡ് ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾ വെളിയിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ദെയർ സ്ട്രാറ്റജി, ദാറ്റ്സ് ആക്ച്വലി എ പബ്ലിക് പോളിസി, ബട്ട് ദെൻ വി ടേക്ക് അവർ ഓൺ സ്ട്രാറ്റജിക്കൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ എത്ര വിചാരിച്ചാലും ഈ റെപ്രസെന്റേറ്റീവ്സിന് നിങ്ങൾക്ക് സ്ട്രാറ്റജിക് അഡ്വൈസ് തരാൻ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് തരാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. യു ക്രിയേറ്റ് യുവർ ഓൺ സ്ട്രാറ്റജീസ്. മൂന്നാമത്തത് ലിമിറ്റ്സ് ഓഫ് കോൺഫിഡൻസ് ആണ്. പോളിസി മേക്കേഴ്സിന് ഒരിക്കലും നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പോളിസി മേക്കേഴ്സ് വന്നിട്ട് നിങ്ങൾ ഇത് ചെയ്യുന്നതാണ് നല്ലത് എന്ന് എത്ര പ്രാവശ്യം എൻ്റെ അടുത്ത് ഉപദേശിച്ചാലും ചിലപ്പോൾ ഞാനത് ചെയ്തു എന്ന് വരില്ല. അപ്പൊ അതിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ കോവിഡ് സമയം തന്നെയാണ്. ഇപ്പൊ സെക്ടറൽ മജിസ്ട്രേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത സാറുമാർക്ക് ഇതിനെപ്പറ്റി അറിയാം. നമ്മൾ എത്ര ചെന്ന ആളുകളുടെ അടുത്ത് മാസ്ക് വയ്ക്കണമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർ വച്ചെന്ന് വരില്ല. ബിക്കോസ് അക്കോർഡിംഗ് ടു ദം ഇറ്റ്സ് അവരുടെ ലോജിക്ക് ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ലോജിക്ക് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ്സ് ദ ലിമിറ്റ്സ് ടു കോൺഫിഡൻസ്. ലിമിറ്റ് ഓഫ് ഇൻഫർമേഷൻ. സ്റ്റേറ്റ് ലാക്സ് ആക്സസ് ടു പ്രൈവറ്റ് ഇൻഫർമേഷൻ. നിങ്ങളുടെ പ്രൈവറ്റ് ഇൻഫർമേഷനെ പറ്റി സ്റ്റേറ്റിന് പലപ്പോഴും അറിവില്ല. അതുകൊണ്ട് തന്നെയാണ് ഡേറ്റ കളക്ഷൻ വളരെ വളരെ ക്രൂഷ്യലായിട്ട് മാറിയത്. നിങ്ങളെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും സ്റ്റേറ്റ് കളക്ട് ചെയ്ത് പ്രോസസ് ചെയ്യുന്നത് they want to know more about you so that they can implement policies to restrict certain actions. ഇപ്പോൾ ഒരു ഫ്രെയിംവർക്ക് തരാനായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ ഈ പ്രൈവറ്റ് ഇൻഫർമേഷൻ ഇപ്പോഴും അവർക്ക് ആക്സസ് ഇല്ലാത്തതാണ്. പിന്നെ ലാസ്റ്റ് വൺ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇസ് ദ ലിമിറ്റ്സ് ടു ബെനവോളൻസ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് എപ്പോഴും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ അല്ല. ചിലപ്പം നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയും പ്രവർത്തിക്കാം. അപ്പൊ ഇങ്ങനത്തെ 4-5 ലിമിറ്റേഷൻസ് കാരണം ഇക്കണോമിക് തിയറിക്കകത്ത് നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്കും വി ഡോണ്ട് കൺസിഡർ ദിസ് ലിമിറ്റേഷൻസ്. തിയറി ലിമിറ്റേഷൻസ് കൺസിഡർ ചെയ്തിട്ടില്ല. തിയറി നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ലിമിറ്റേഷൻ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല പോളിസീസും ഇന്റൻഡഡ് ആയിട്ടുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് തരുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമ്മുടെ പാക്കേജസ് നോക്കുക, അതായത് വെൽഫെയർ സ്കീംസും ബാക്കി കാര്യങ്ങളും എല്ലാം. എത്ര വെൽഫെയർ സ്കീംസും എന്തൊക്കെ കൊണ്ടുവന്നിട്ടും നമ്മുടെ രാജ്യത്ത് നമുക്ക് അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കാൻ പറ്റിയിട്ടില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോവർട്ടി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മാൽന്യൂട്രീഷൻ, പല സ്ഥലങ്ങളിലും നമുക്ക് മാൽന്യൂട്രീഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. കൺവെൻഷണൽ തിയറിക്കകത്തുള്ള ഫ്ലോസ് വളരെ വളരെ പ്രൊഫൗണ്ട് ആണ്. അത് നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, നിങ്ങളുടെ ഇക്കണോമിക്സിനകത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള കുറെ എക്സാമ്പിൾസ് ഉണ്ട്, പാരഡോക്സസ് ഉണ്ട്. നമ്മുടെ സൊസൈറ്റിക്കകത്തുള്ള പാരഡോക്സസ് തന്നെയാണ്. അപ്പൊ ഞാൻ അതിനകത്ത് 2-3 പാരഡോക്സ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു മേജർ പാരഡോക്സ് എന്ന് പറയുന്നത് ജെവോൺസ് പാരഡോക്സ് എന്ന് പറയുന്ന സാധനം ഇക്കണോമിക്സിനകത്ത്. വില്യം സ്റ്റാൻലി ജെവോൺസ്, നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. മാർജിനലിസ്റ്റ് റെവല്യൂഷന്റെ ഒരു മേജർ കോൺട്രിബ്യൂട്ടർ. ജെവോൺസും വോൾഡർസും മെഞ്ചറും കൂടെ ചേർന്നിട്ടാണ് നിങ്ങളിപ്പോൾ ഈ പഠിക്കുന്ന ഇക്കണോമിക്സ് മൊത്തം നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിച്ചത്. മാർജിനൽ യൂട്ടിലിറ്റി, മാർജിനൽ കോസ്റ്റ്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവരെ കൊണ്ടുവന്നത്. ഇപ്പൊ ജെവോൺസ് പാരഡോക്സ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മാർജിനൽ യൂട്ടിലിറ്റി ഒന്നുമല്ല. കോൾ എന്ന് പറയുന്ന സാധനം ആളുകൾ കണ്ടുപിടിച്ചിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും കോൾ വാസ് പൊള്യൂട്ടിംഗ് ദ അറ്റ്മോസ്ഫിയർ. ഇറ്റ് വാസ് വെരി ഓബ്വിയസ് ഇറ്റ് വാസ് പൊള്യൂട്ടിംഗ് ദ അറ്റ്മോസ്ഫിയർ. Therefore, there were a lot of efforts to actually reduce this pollution. കോളിനെ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് എഫേർട്സ് ഇട്ടു. അതിന്റെ ഒരു കൾമിനേഷൻ ആണ് ജെയിംസ് വാട്ടിന്റെ സ്റ്റീം എഞ്ചിൻ. So steam engine was a technology that was introduced to make the use of coal more efficient and thereby reduce pollution. So what happened was that once steam engine was developed, people started using more and more coal. അപ്പോൾ അതാണ് അവിടുത്തെ പാരഡോക്സ്. അപ്പോൾ എഫിഷ്യൻസി കൂട്ടി കൺസംഷൻ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ച ഒരു സാധനം കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി ആളുകൾ, ടെക്നോളജി ബെറ്റർ ആയപ്പോഴത്തേക്കും. പല കാര്യങ്ങളിലും നമുക്കിത് കാണാം. അപ്പൊ ഇങ്ങനത്തെ ഒരു പാരഡോക്സ് എക്സിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും whatever be the technology, it's very difficult to actually bring down pollution. പാരഡോക്സ് ആണ്. അപ്പൊ ഒരു പോളിസി കൊണ്ടുവരികയാണ് ടെക്നോളജി ഇംപ്രൂവ് ചെയ്യാനെങ്കിൽ ദിസ് പാരഡോക്സ് മൈറ്റ് ബി, യു ഷുഡ് ആക്ച്വലി കൺസിഡർ ദിസ് പാരഡോക്സ്. എന്നാൽ മാത്രമേ ആ ടെക്നോളജി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പോളിസി ആയിട്ട് മാറൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. വേറൊരു പാരഡോക്സ്, സ്ട്രേസ് ആൻഡ് ഇഫക്റ്റ്.
ഇപ്പൊ ബാർബറ സ്ട്രൈസൻഡ് എന്ന് പറയുന്ന ഒരു ഫോറിൻ ജേർണലിസ്റ്റ്, ഒരു എഴുത്തുകാരി എങ്ങാണ്ടാണ്, അവരിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത്, സ്ട്രൈസൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സ്ട്രൈസൻഡ് ഇഫക്റ്റ് ബേസിക്കലി പറയുന്നത്, ഇന്റർനെറ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ബാൻ ചെയ്യാൻ നോക്കിയെന്ന് വിചാരിക്കുക, ഒരിക്കലും നിങ്ങൾക്ക് അത് ബാൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം കുറെ വെബ്സൈറ്റ്സ് ബാൻ ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തി. അപ്പോൾ ബാൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ VPN വഴിയോ അല്ലെങ്കിൽ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നമ്മൾ ആ സൈറ്റുകൾ വീണ്ടും വീണ്ടും ആക്സസ് ചെയ്യാൻ നോക്കും. ഇറ്റ് ക്രിയേറ്റ്സ് എ ഡിമാൻഡ് ഫോർ ദാറ്റ് സൈറ്റ്, ദാറ്റ് പർട്ടിക്കുലർ സൈറ്റ്. ദാറ്റ്സ് കോൾഡ് സ്ട്രൈസൻഡ് ഇഫക്റ്റ്. ഇതിനെ നമ്മൾ ഹൈഡ്ര ഇഫക്റ്റ് എന്ന് വിളിക്കും. പണ്ട് ഈ ടൊറൻസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ 2016 ബാൻ ചെയ്തപ്പോഴത്തേക്കും ഒരു ടൊറൻസ് പോയിട്ട് 3 ടൊറൻസ് വന്നു. അപ്പൊ ഹൈഡ്രയുടെ ഗ്രീക്ക് മിത്തോളജിയിൽ ഹൈഡ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവെട്ടി കളയുമ്പോഴത്തേക്കും ആ സ്ഥാനത്ത് 2 തല വരുന്ന ഒരു പാമ്പാണ്. അപ്പം അതേപോലെ തന്നെ ഒരെണ്ണം വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ 2 വരും. അപ്പോൾ വാട്ട് ക്യാൻ വി ഡു അബൌട്ട് ഇറ്റ്? അപ്പോൾ ദാറ്റ്സ് കോൾഡ് ദി ഹൈഡ്ര എഫക്ട് ഓർ സ്ട്രൈസൻഡ് ഇഫക്ട്. വേറെയും ചില പാരഡോക്സസ് ഉണ്ട്. പെൽസ്മാൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പെൽസ്മാൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പോളിസീസ് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. കാറിനകത്ത് നിങ്ങൾ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കാറിനകത്ത് ഇന്ന കാര്യങ്ങൾ വേണം, എന്നാൽ നിങ്ങൾ ആക്സിഡന്റ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അൺഇന്റൻഡഡ് കോൺസിക്വൻസ് ദർ ഇസ് ദാറ്റ് പീപ്പിൾ ടെൻ ടു ഡ്രൈവ് ഫാസ്റ്റർ ബിക്കോസ് ദേ ഫീൽ സേഫർ. അപ്പോൾ നിങ്ങൾ ഹെൽമെറ്റ് വെച്ച് ഓടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റ് വെച്ചിട്ട് 120 കിലോമീറ്ററിലുള്ള ബൈക്കിൽ പോകും. അപ്പോൾ അവര് the policy was intended to reduce accidents and reduce mortality, but then what happens is the opposite happens. അപ്പോൾ അതിനാണ് പെൽസ്മാൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വളരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതമായ ഒരു പോളിസി ആയിരുന്നു നമ്മുടെ പ്രൊഹിബിഷൻ ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോൾ പ്രൊഹിബിറ്റ് ചെയ്തത് നമ്മുടെ ഡയറക്ടർ പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർട്ടിക്കിൾ 44 അനുസരിച്ചിട്ട് ഹെൽത്തിനെ ഗാർഡ് ചെയ്യുക എന്നുള്ള സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടിയാണ്. പക്ഷേ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് പീപ്പിൾ സ്റ്റാർട്ടഡ് കൺസ്യൂമിങ് മോർ ടോക്സിക് ഇൻടോക്സിക്കൻസ്. ഇപ്പൊ ഡ്രഗ് മാർക്കറ്റ് പ്രൊലിഫറേറ്റ് ചെയ്യാൻ തുടങ്ങി, പിന്നെ വ്യാജമദ്യം പ്രൊലിഫറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ദ ഇന്റൻഷൻ ഓഫ് ദ സ്റ്റേറ്റ് വാസ് ഗുഡ്, ബട്ട് ദെൻ അൺഇന്റൻഡഡ് കോൺസിക്വൻസസ് കാരണം വേറെ പല കാര്യങ്ങളും അവിടെ ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ ഇതുപോലത്തെ പാരഡോക്സസ് എക്സിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് ആക്ച്വലി വെരി ഡിഫിക്കൾട്ട് ടു ഫോർ എ പോളിസി ടു ബി സക്സസ്ഫുൾ. ഇങ്ങനത്തെ പാരഡോക്സ് 100 കണക്കിന് പാരഡോക്സസ് എക്സിസ്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. ഒരു ചെറിയൊരു കഥയാണ്. ഈ കഥയുടെ പേര് കോബ്ര ഇഫക്റ്റ് എന്നാണ്. അപ്പം ആ കഥ നിങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഒരു പബ്ലിക് പോളിസിയിലെ അൺഇന്റൻഡഡ് കോൺസിക്വൻസ് എന്നുള്ളത്. അപ്പം പലരും കേട്ടിട്ടുള്ള കഥ തന്നെ ആയിരിക്കും, റെപ്പറ്റീഷൻ ആയിരിക്കും ചിലർക്ക്. കഥ ഇതാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് ഡൽഹിയിൽ ഭയങ്കരമായിട്ട് ഈ മൂർഖം പാമ്പിന്റെ ശല്യം ഉണ്ടായി. കോബ്ര ഭയങ്കര പ്രോബ്ലം ആയിട്ട് മാറി. സോ വെരി ഇന്റലിജന്റ് ബ്രിട്ടീഷ് ഓഫീസർ ഹി ഡിസൈഡഡ് ടു ഇൻസെന്റിവൈസ് കില്ലിംഗ് ഓഫ് കോബ്രാസ്. അപ്പൊ കോബ്രയെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശ് കിട്ടും. അപ്പൊ വഴിയിലൊരു കോബ്രയെ കണ്ട് ഞാൻ അതിനെ അടിച്ചു കൊണ്ടിട്ട് ഇയാളുടെ അടുത്ത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ എനിക്ക് 10 രൂപ തരും. അപ്പോൾ ദാറ്റ്സ് എൻ ഇൻസെന്റീവ് ടു റെഡ്യൂസ് എ മെനസ്. അപ്പൊ നല്ല പോളിസിയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ കോബ്ര ബൈറ്റ് കാരണം മരിക്കില്ല, വളരെ നല്ലതാണ്. അപ്പം ഫസ്റ്റ് സ്റ്റേജ് വാസ് ഓക്കെ. ആദ്യത്തെ സ്റ്റേജിൽ കുറെ ആളുകൾ കോബ്രയെ കൊന്നു, കോബ്ര പോപ്പുലേഷൻ റെഡ്യൂസ്ഡ്. സെക്കൻഡ് സ്റ്റേജിൽ ഇതിനേക്കാളും ബുദ്ധിയുള്ള ഒരു ഇന്ത്യക്കാരൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വിചാരിച്ചു, ഓക്കെ ഒരു കോബ്രയെ കൊന്നു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കാശ് കിട്ടുമെങ്കിൽ വൈ നോട്ട് റെയർ കോബ്രാസ്? ഞാൻ എന്തുകൊണ്ട് കോബ്രയെ വളർത്തി അതിന്റെ മുട്ട ഹാച്ച് ചെയ്ത് അതിനെ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് അടിച്ചു കൊന്നിട്ട് ഞാൻ കൊണ്ടുകൊടുക്കാം, അപ്പൊ എനിക്ക് മാസം മാസം നല്ല വരുമാനം കിട്ടും എന്ന് പറഞ്ഞിട്ട് ആളുകളെല്ലാം കോബ്ര വളർത്താൻ തുടങ്ങി. കോബ്ര വളർത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും കോബ്ര പോപ്പുലേഷൻ സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ആൻഡ് ദേ സ്റ്റാർട്ടഡ് കില്ലിംഗ് ദീസ് കോബ്രാസ് വിച്ച് ദേ വർ റെയറിംഗ്. ടുക്ക് ഇറ്റ് ടു ദ ബ്രിട്ടീഷ് ഓഫീഷ്യൽ, കളക്ടഡ് മണി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരന് മനസ്സിലായി ഇത് പ്രശ്നമാണ്, ആളുകൾ ഇത് ഇങ്ങനത്തെ പരിപാടിയാണ് ചെയ്യുന്നത്. സോ വാട്ട് ഹി ഡിഡ് വാസ് ഇറ്റ് ഹി ഡിസിൻസെന്റിവൈസ്ഡ് ഇറ്റ്. നിർത്തി, ഇനി പൈസ നിങ്ങൾക്ക് തരില്ല, നിങ്ങൾ ഇതിനെ കൊന്നുകൊണ്ടുവന്നാലും. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ നോക്കുമ്പോഴത്തേക്കും വീട്ടിൽ ഇതിനെ വളർത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവരിതിനെ തിരിച്ചെടുത്ത് റോഡിലോട്ട് എറിഞ്ഞു. അപ്പൊ റോഡിൽ എറിഞ്ഞപ്പോഴത്തേക്കും അഗെയിൻ ദ കോബ്ര പോപ്പുലേഷൻ ഇൻ ഡൽഹി സ്റ്റാർട്ടഡ് റൈസിംഗ്. സോ പോളിസി ആസ് സച്ച് വാസ് ഇനീഷ്യേറ്റഡ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് കോബ്രാസ് ഓൺ റോഡ്. ബട്ട് അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് കുറെ അൺഇന്റൻഡഡ് കോൺസിക്വൻസസും പാരഡോക്സസും ഒക്കെ കൂടെ വർക്ക് ചെയ്തിട്ട് കോബ്ര പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇതാണ് ഒരു പ്രധാനപ്പെട്ട റീസൺ why certain policies work only on an average, because there are innumerable paradoxes in the system and innumerable effects like cobra effects. അപ്പോൾ ഒരു പോളിസി കൊണ്ടുവന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി ഇങ്ക് ഒരു ബീക്കർ വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്കും ആ ഇങ്ക് ട്രേസ് ചെയ്യുന്ന പാത്തും അതിന്റെ എവിടെ അത് വീഴുന്നു, എങ്ങനെ അത് കളർ ചെയ്യുന്നു, അതേപോലെയാണ് ഒരു പബ്ലിക് പോളിസി.
നമ്മൾ ഒരു സൈഡിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് ആക്ച്വലി ഡിസ്കളേഴ്സ് ദ എൻറ്റയർ ബീക്കർ ഫൈനലി. പക്ഷെ അത് പോകുന്ന പാത്തും കോൺസിക്വൻസസും എല്ലാം നമുക്ക് വളരെ ഡിഫിക്കൽട്ടാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് ഇവിടെ. അപ്പൊ ഇങ്ങനെ ഒരു അൺഇൻറ്റൻഡഡ് കോൺസിക്വൻസും പാരഡോക്സും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആസ് ഇക്കോണമിസ്റ്റ്, ആസ് പോളിസി മേക്കേഴ്സ്, ഇസ് ദർ എനി റൂട്ട് ടു അണ്ടർസ്റ്റാൻഡ് അൺഇൻറ്റൻഡഡ് കോൺസിക്വൻസസ് ആൻഡ് പാരഡോക്സസ് ഇൻ ദ സിസ്റ്റം ആൻഡ് സജസ്റ്റ് ക്യൂർസ് ടു ദ സിസ്റ്റം? അപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ കാര്യം is to think through possible impacts and consequences by repeatedly examining the results. അപ്പോൾ റിസൾട്ടിനെ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്ത് എന്തായിരിക്കാം സംഭവിക്കുക എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക. അപ്പൊ ഇതിനൊരു പേരുണ്ട്, ഇതെന്താണെന്നുള്ളത് സൊല്യൂഷനിൽ നമുക്ക് നോക്കാം. പിന്നെ രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പബ്ലിക് പോളിസി എന്ന് പറയുന്ന സാധനം ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പോളിസീസ് സിസ്റ്റത്തിനകത്ത് കൊണ്ടുവരാം. അത് കൊണ്ടുവരാനായിട്ടുള്ള കാരണം പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളാണ്. അപ്പൊ ഈ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ എടുക്കുന്ന ഡിസിഷനും നമ്മളെ എഫക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതും ഒരു റീസൺ ആണ് പബ്ലിക് പോളിസി ഫെയിൽ ചെയ്യാനായിട്ടുള്ളത്. അതോടെ കിടന്നോട്ടെ, നമുക്ക് ആദ്യത്തെ കാര്യം ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ട്, എങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും, എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഇപ്പം there is a great economist which we don't study in our syllabus. His name is Thomas Sowell. തോമസ് സൊവൽ എന്ന് പറയുന്ന MIT മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്കോണമിസ്റ്റ്. ഈസ് എ ലിബർട്ടേറിയൻ ഇക്കോണമിസ്റ്റ്. അങ്ങനത്തെ ഒരു ബുക്കുണ്ട്, തിങ്കിങ് ബിയോണ്ട് സ്റ്റേജ് 1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബിയോണ്ട് സ്റ്റേജ് 1 തിങ്കിങ് ഇൻ പബ്ലിക് പോളിസി. അപ്പോൾ എപ്പോഴും പബ്ലിക് പോളിസിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പൊളിറ്റീഷ്യൻ ഒരു ബ്രിഡ്ജ് കൊണ്ടുവരാൻ ശ്രമിച്ചു, പാലാരിവട്ടം ആയാലും എവിടെയായാലും ഒരു ബ്രിഡ്ജ് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ബ്രിഡ്ജ് വന്നു, വാഹനങ്ങൾക്ക് പോകാൻ എളുപ്പമായി, അതിൻ്റെ അടിയിൽ ഒരു നദി ഉണ്ടെങ്കിൽ ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ എളുപ്പമായി, പല രീതിയിലും ഇറ്റ്സ് എ വെൽ ഇന്റൻഡഡ് പോളിസി. പക്ഷെ അത് ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ്. ആ ബ്രിഡ്ജ് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗെയിൻ മാത്രമാണ്. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് സ്റ്റേജ്? വാട്ട് അബൌട്ട് ദ തേർഡ് സ്റ്റേജ്? വാട്ട് അബൌട്ട് ദ nth സ്റ്റേജ്? nth സ്റ്റേജിൽ എന്ത് സംഭവിക്കും ആ ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ? ആളുകളുടെ ജീവിതം എങ്ങനെ മാറും എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കപ്പാസിറ്റി നമ്മൾ ഇക്കോണമിസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ പല ഇപ്പോഴത്തെ കാര്യങ്ങൾ, ഇപ്പം രഞ്ജിത്ത് സാർ ഇവിടെ ഉണ്ട്, സാറിനറിയാം, നമ്മൾ റോബോട്ടിക്സിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഐസക് അസിമോവിന്റെ ബുക്കുകളുണ്ട് റോബോട്ടിനെ പറ്റി. 1984 എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, അതിനകത്ത് ഗവൺമെന്റിന്റെ എക്സ്ട്രീമിറ്റീസിനെ പറ്റി ജോർജ് ഓർവെൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആ ഒരു പവർ ടു തിങ്ക് ഡിഫറെന്റ്ലി, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം ഇക്കോണമിസ്റ്റുകൾ കളഞ്ഞു പോകരുത് എന്നുള്ളൊരു സാധനമാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ ക്രിയേറ്റീവ് ആകുക, എങ്ങനെ എന്ത് സംഭവിക്കും, nth സ്റ്റേജിൽ എന്തായിരിക്കും സംഭവിക്കുന്നതിനെ പറ്റി ഇമാജിൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുക. ആ കഴിവുണ്ടാക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോളിസിയിലെ കോൺസിക്വൻസസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെ തിയറൈസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ പറയുന്നത് 5-year-old's പ്രോബ്ലം എന്നാണ്. അപ്പം 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ അടുത്ത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ കുട്ടിയുടെ അടുത്ത് പറയണം നീ അങ്ങോട്ട് പോരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടി ചോദിക്കും അതെന്താ പോയാല്? നാഗവല്ലിയല്ല, കുട്ടി. അപ്പം നമ്മൾ പറയാം അങ്ങോട്ട് പോയാൽ അവിടെ ഇരുട്ടാണ്. അപ്പൊ ആ കുട്ടി അടുത്ത ചോദ്യം ചോദിക്കും അതുകൊണ്ട് എന്താ ഞാൻ പോയാല്? ഇരുട്ടാണെങ്കിൽ എന്താ കുഴപ്പം? അപ്പൊ നമ്മൾ ഒരു ഇരുട്ടാണെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും സാധനം കാണും, അതെന്ത് സാധനമാണ് അവിടെ ഉള്ളത്? അപ്പൊ ഈ കുട്ടിയുടെ ക്വസ്റ്റ്യനിങ് ഒരിക്കലല്ല ഒരുപാട് പ്രാവശ്യം കുട്ടി ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഇതിനെ തിയറൈസ് ചെയ്തിട്ട് ദർ ഇസ് സംതിങ് കോൾഡ് ദി 5 whys അപ്രോച്ച്, WHY, വൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. സോ ഇക്കോണമിസ്റ്റ് ടു ബി ക്രിയേറ്റീവ് ദേ ക്യാൻ ആസ്ക് അബൌട്ട് ദി വൈസ് ഇൻ എ പോളിസി. എന്തുകൊണ്ട് 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 എന്ന് ചോദിക്കാം. അതിനൊരു അനലോജി ഞാൻ പറയാം. ഇപ്പം നിങ്ങളൊരു ഫാക്ടറിയിൽ ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ രാവിലെ ആ ഫാക്ടറിയിലോട് ചെന്നപ്പോഴത്തേക്കും തറയിൽ കുറേ എണ്ണ കിടക്കുകയാണ്, എവിടെ നിന്ന് ഒരു ലീക്കേജ് വന്ന് കുറേ എണ്ണ കിടക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ തുടച്ചിട്ട് പോകാം എന്നുള്ളതാണ്. But the problem is the next day when you come again, you will see that same oil spill on the floor. So then the question is, why is there an oil spill on the floor? അപ്പോൾ ആദ്യത്തെ വൈ ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ആകാശത്തോട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു പൈപ്പ് ലൈൻ ഫോൾട്ടി ആണ്, ആ പൈപ്പിൽ നിന്ന് ഡ്രിപ്പ് ചെയ്യുന്നതാണ്. എനിക്ക് വേണമെങ്കിൽ ഒരാളെ വിളിച്ചിട്ട് ആ പൈപ്പ് ശരിയാക്കാം. പക്ഷേ ഒരു 2 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ആ പൈപ്പ് ഡ്രിപ്പ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ് വൈ ഇസ് ദറ്റ് പൈപ്പ് ഡ്രിപ്പിംഗ്? ദാറ്റ്സ് എ സെക്കൻഡ് വൈ. അപ്പം ഞാൻ മനസ്സിലാക്കും അതൊരു ഫോൾട്ടി പൈപ്പാണ്, വില കുറഞ്ഞ പൈപ്പ് കമ്പനി എടുത്തതാണ്. അപ്പോൾ വില കുറഞ്ഞ പൈപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവിടെ നിന്ന് ഈ ഡ്രിപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ then the third why is the company taking a faulty pipeline? അങ്ങനെ ഞാൻ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫൈനൽ വൈയിൽ എനിക്ക് ആൻസർ കിട്ടും. അത് ചിലപ്പോൾ 6th സ്റ്റേജിലായിരിക്കാം, 7th സ്റ്റേജിലായിരിക്കാം. അൾട്ടിമേറ്റ്ലി എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നത്.
അതിനെയാണ് നമ്മൾ ഇക്കണോമിക്സിനകത്ത് മാത്രമല്ല എല്ലാ സയൻസിനകത്ത് പലയിടത്തും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് റൂട്ട് കോസ് അനാലിസിസ് എന്ന് പറയുന്നത്. എന്താണ് റൂട്ട് കോസ് ഓഫ് ദി പ്രോബ്ലം? If we can identify the root cause, it's very difficult. I'm not saying that it's a cakewalk. You can easily find it. It's very difficult. But if you can identify that problem, then you can cure the issue. Faulty pipeline കാരണം ഉണ്ടാകുന്ന ആ ഒരു ഇഷ്യൂ, സ്പില്ല് ചെയ്യുന്ന ആ ഇഷ്യൂ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു വളരെ സുപ്രധാനമായ ഒരു എക്സാമ്പിൾ ആണ് ജെഫേഴ്സൺസ് മോണ്യുമെന്റ് ക്ലീനിങ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയിലുള്ള തോമസ് ജെഫേഴ്സന്റെ സ്മരണയിൽ ഉണ്ടാക്കിയ ഒരു മോണ്യുമെന്റ് ആണ് ഈ ജെഫേഴ്സൺസ് മോണ്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ജെഫേഴ്സൺസ് മോണ്യുമെന്റിന്റെ പ്രശ്നം, ആ മോണ്യുമെന്റ് ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാ കൊല്ലവും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡോളർ ചെലവാക്കുന്നുണ്ട്. അത് വലിയൊരു മോണ്യുമെന്റ് ആണ്, അത് ക്ലീൻ ചെയ്യാണ്. അപ്പൊ എന്തിനാണ് അത് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഈ പെയിന്റിങ്ങും കംപ്ലീറ്റ് സാധനവും റസ്റ്റായി ഡീഗ്രേഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് പെയിന്റ് ചെയ്യണം, റീപെയിന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം റീപെയിന്റ് ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്കും there arose a question as why is this happening? അപ്പൊ അവർ കണ്ടുപിടിച്ചു ഇത് വരാൻ കാരണം ഇതിന്റെ പുറത്ത് കുറെ കിളികൾ വന്നിരുന്നിട്ട് കിളികളുടെ കാഷ്ടം കാരണം ഇത് ഫുള്ള് ഡീഗ്രേഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കിളികളെ ഓട്ടിക്കാനുള്ള ശ്രമമായി. കിളികളെ ഓട്ടിച്ചിട്ടും പ്രശ്നം തീരുന്നില്ല, വീണ്ടും വീണ്ടും അവർ വരുന്നുണ്ട്. അപ്പൊ then again they asked the question why. അപ്പൊ ഇത് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ മനസ്സിലാക്കി ഇതിന്റെ പുറത്ത് ചെലന്തികൾ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ചെലന്തിയെ തിന്നാൻ വേണ്ടിയാണ് ഈ കിളികൾ വരുന്നത്. അപ്പൊ അവർ പെസ്റ്റ് കൺട്രോളിനെ വിളിച്ചു, ചെലന്തി എലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ള പല പ്രോബ്ലം ഇത് നോക്കി ചെലന്തിയെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്തു. പക്ഷെ സ്റ്റിൽ ഇറ്റ് വാസ് റെക്കറിങ്, വീണ്ടും വീണ്ടും അത് വരാൻ തുടങ്ങി. അപ്പം എന്തുകൊണ്ട് ചെലന്തി വരുന്നു എന്നുള്ളത് അന്വേഷിക്കാൻ തുടങ്ങി. ദേ ഫൗണ്ട് ദർ ഇസ് എ സ്മോൾ ഇൻസെക്ട് വിച്ച് ഇസ് കമ്മിങ് ഫ്രം ദ മാർഷസ്. തൊട്ടടുത്തൊരു ചതുപ്പ് നിലമുണ്ട്, അവിടെ നിന്ന് ചെറിയൊരു ഇൻസെക്ട് വരുന്നുണ്ട്. ആ ഇൻസെക്ട് ഇതിൽ കയറുമ്പോഴത്തേക്കുമാണ് ചെലന്തി ഇതിനെ തിന്നാൻ വരുന്നത്. അപ്പൊ ഈ ഇൻസെക്ട് വരുന്നത് കൊണ്ടാണ് ചെലന്തി വരുന്നത്, ചെലന്തി വരുന്നത് കൊണ്ടാണ് ബേർഡ്സ് വരുന്നത്, ബേർഡ്സ് വരുന്നത് കൊണ്ടാണ് ബേർഡ് ഡ്രോപ്പിംഗ്സ് അവിടെ ഉണ്ടാകുന്നത്. അത് കാരണമാണ് ഈ മോണ്യുമെന്റ് ഡീഗ്രേഡഡ് ആകുന്നത്. അപ്പം ഒരുപാട് പൈസ ചെലവാക്കി ഇതെല്ലാം ചെയ്തിട്ട് അവസാനം അവർ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ജീവി എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ചെറിയ ജീവി എങ്ങനെ എലിമിനേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിന്റെ സിമ്പിൾ ആൻസർ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം ഇവിടെ പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഈ മോണ്യുമെന്റ് എലിമിനേറ്റ് ചെയ്യാൻ. നമ്മൾ മ്യൂസിയങ്ങളിലൊക്കെ പോയാൽ നമുക്ക് കാണാം. അപ്പൊ ഈ ലൈറ്റ് ഉപയോഗിച്ച് ഇത് മുഴുവനായിട്ട് എലിമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ജീവി അവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് വാംത്തിലാണ്, ചെറിയ ജീവിയുടെ. അതിനുവേണ്ടിയാണ് ഈ ജീവി മാർഷസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ദ സിമ്പിൾ സൊല്യൂഷൻ ടു ദാറ്റ് പ്രോബ്ലം വാസ് ടു ഓഫ് ദ ലൈറ്റ്, സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. അപ്പൊ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചു. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ ആ റൂട്ട് കോസ് അനലൈസ് ചെയ്യാണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കും ദർ വാസ് എ ഹ്യൂജ് ലോസ് ഓഫ് മണി. ഒരുപാട് പൈസ അതിന്റെ പുറകിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അപ്പം റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോബ്ലംസിന് പലതിനും സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ നമ്മുടെ പബ്ലിക് പോളിസിയിലെ കുറെ എക്സാമ്പിൾസിൽ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് റിഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് റിഡ്യൂസ് ചെയ്തത് വാസ് വെൽ ഇന്റൻഡഡ് പബ്ലിക് പോളിസി. ദ റീസൺ ഫോർ റിഡ്യൂസിങ് കോർപ്പറേറ്റ് ടാക്സസ് വാസ് ദാറ്റ് കോർപ്പറേറ്റ് ടാക്സ് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദി അസംഷൻ ദെയർ ഓഫ് നിർമ്മല സീതാരാമൻ വാസ് ഇറ്റ് കുഡ് റേസ് ഇൻവെസ്റ്റ്മെന്റ്, ഇറ്റ് കുഡ് റേസ് പ്രൊഡക്ഷൻ, എംപ്ലോയ്മെന്റ്, ക്യാപിറ്റൽ ഫോർമേഷൻ, ഇങ്ങനെ നല്ല കാര്യങ്ങൾ ഒരുപാട് സംഭവിക്കുമെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ പക്ഷേ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല, എംപ്ലോയ്മെന്റ് കൂടിയിട്ടില്ല എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. at the end of the second year, corporate tax reduction പ്രത്യേകിച്ച് വലിയ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കൺസിഡർ വാട്ട് മൈറ്റ് ഹാപ്പൻ. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. സ്റ്റേജ് 1 അവർ ചിന്തിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ അവർ ചിന്തിക്കുന്നത് ഇൻക്രീസ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻക്രീസ് പ്രൊഡക്ഷൻ, എംപ്ലോയ്മെന്റ് എല്ലാം നടക്കുന്നുള്ളത്. പക്ഷെ എല്ലാ കമ്പനികളും ഇത് ചെയ്യണമെന്നില്ല. ചില കമ്പനീസ് ചിലപ്പം ടാക്സ് എക്സംഷൻ വരുമ്പോഴത്തേക്ക് അവർ ഓൾറെഡി കടത്തിലാണെങ്കിൽ അവരുടെ എക്സിസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ, ഇൻവെന്ററീസ് മാത്രം അവർ മാനേജ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിൽ സംഭവിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് അവർ പ്രതീക്ഷിച്ച രീതിയിൽ നടക്കുന്നില്ല, എംപ്ലോയ്മെന്റ് ജനറേഷനും അതിനനുസരിച്ച് നടക്കുന്നില്ല. അപ്പൊ എംപ്ലോയ്മെന്റും ഇൻവെസ്റ്റ്മെന്റും ഫോളോ ചെയ്യാണ്. അപ്പൊ ഇത് ഗവൺമെന്റിന്റെ റവന്യൂവിനെ എഫക്ട് ചെയ്യാം. തേർഡ് സ്റ്റേജിൽ സംഭവിക്കുന്നത് റവന്യൂ കുറയുമ്പോഴത്തേക്കും ഗവൺമെന്റ് കൂടുതൽ ബോറോ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഗവൺമെന്റ് ബോറോ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഫോർത്ത് സ്റ്റേജിൽ ഗവൺമെന്റ് കടത്തിലെത്തുകയും ഗവൺമെന്റിന് വേറെ സെക്ടേഴ്സിനെ പല രീതിയിലുള്ള ടാക്സസ് വഴി ടാക്സസ് റേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയും കൂടെ വരും. ഫിഫ്ത്ത് സ്റ്റേജിൽ സംഭവിക്കുന്നത് ഈ ടാക്സ് റേസ് ചെയ്യുകയെല്ലാം ചെയ്യുമ്പോഴത്തേക്കും ആ സെക്ടേഴ്സിലുള്ള പ്രൊഡക്ഷൻ ഡാമ്പൺ ചെയ്യും. അങ്ങനെ ആ ഫിഫ്ത്ത് സ്റ്റേജിൽ പ്രൊഡക്ഷൻ ഡാമ്പൺ ചെയ്യുമ്പോഴത്തേക്കും
നിങ്ങളുടെ ഓവറോൾ ഇന്റൻഷൻ, പോളിസിയിൽ ഓവറോൾ ഇന്റൻഷൻ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണെങ്കിൽ ഇക്കോണമിയിൽ ഓവറോൾ ആയിട്ട് ആ പ്രൊഡക്ഷൻ കുറവായിട്ട് തന്നെ നിൽക്കും, അല്ലെങ്കിൽ അത് പ്രൊഡക്ഷൻ കുറവായത് വളരെ എക്സ്ട്രീമായി മാറുകയും ചെയ്യും. ഇത് നമ്മൾ തിരിച്ച് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ 5 വൈസ് അപ്രോച്ച് വീണ്ടും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വൈ ഇസ് ദർ എ റിസഷണറി കണ്ടീഷൻ എക്സിസ്റ്റിംഗ് സ്റ്റിൽ നൗ? And the answer, due to increased taxes in other sectors. Why has taxes been increased in the other sectors? To finance government borrowings. Government കടത്തിലായപ്പോൾ borrow ചെയ്യാൻ ഒരു ടാക്സ് ചെയ്തു. Why did government borrow എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു ഷോർട്ടേജസ്, റവന്യൂ ഷോർട്ടേജ് ഉണ്ടായി. എന്തുകൊണ്ട് റവന്യൂ ഷോർട്ടേജ് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു, നിങ്ങളുടെ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചു, അതിന്റെ ഭാഗമായിട്ടുണ്ടായ അൺഇന്റൻഡഡ് കോൺസിക്വൻസ് ആണ് നിങ്ങളുടെ ഈ റവന്യൂ ഷോർട്ടേജസ് ഉണ്ടാകാനായിട്ടുള്ള കാരണം. അപ്പോൾ റൂട്ട് കോസ് എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല കാര്യങ്ങളാണ്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഈ പ്രശ്നം തുടങ്ങിയത് എന്നുള്ളതിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ്. അപ്പൊ ഇതോടുകൂടി ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ എൻ്റെ ഈ ഇന്നത്തെ ലെക്ചർ. അപ്പൊ ഒറ്റൊരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ, മനസ്സിലാക്കാനായിട്ട് കുറച്ച് എക്സാമ്പിൾസും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് പബ്ലിക് പോളിസീസ് ഡീറെയിൽ ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതെല്ലാം സക്സസ്ഫുൾ ആകുന്നില്ല എന്നുള്ളത്. സിമ്പിൾ റീസൺ, അതിൽ ആദ്യത്തെ ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഇന്റൻഡഡ് കോൺസിക്വൻസ്, പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ഇതിന്റെ കൂടെ പാരഡോക്സസ് ഇൻ ദ സിസ്റ്റം, പലതരത്തിലുള്ള പാരഡോക്സസ്. അപ്പൊ ഈ പാരഡോക്സസും ചേഞ്ചസും ഉള്ളത് കൊണ്ട് അതിന്റെ ഇന്റൻഷൻ, നമ്മളൊരു പോളിസി നന്നാവണമെന്ന് ഇന്റന്റ് ചെയ്താൽ അത് നന്നാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്റൻഷൻ വളരെ നല്ലതാണെങ്കിലും ഔട്ട്കം വളരെ മോശമായിരിക്കാം. അപ്പൊ അങ്ങനെ മോശമാകുന്ന ഒരു പോളിസിയെ രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, എങ്ങനെ ക്യൂർ ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. അത് ക്യൂർ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഒരു ഷോർട്ട് റെമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വൈസ് അപ്രോച്ച്. കൊച്ചുകുട്ടികൾ ചോദിക്കുന്ന പോലെ ചോദിച്ചുകൊണ്ടേയിരിക്കുക, എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലി റൂട്ട് കോസിലേക്ക് എത്താൻ കഴിയും. ആ റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദ പോളിസി സൊല്യൂഷൻ വിൽ ബി മച്ച് മോർ ക്ലിയറർ ദാൻ before.